നരേന്ദ്രമോദി സർക്കാർ എല്ലാ മേഖലകളിലും കേരളത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും LDFും UDFും അവ ജനങ്ങളിൽ എത്താതിരിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. BJP നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, ആധ്യാത്മികമായ നവോത്ഥാനം, കേരളം അതിന്റെ സ്വത്വം തിരിച്ചെടുക്കുകയാണെന്ന് മനസ്സിലാക്കിയ അവര് അതിനെ തകർക്കാൻ വലിയ ഗൂഢാലോചന നടത്തി. അതുമാത്രമല്ല, ക്ഷേത്രങ്ങളുടെ കയ്യിൽ വലിയ തോതിലുള്ള സാമ്പത്തിക, ഇപ്പോഴും കേരളത്തിൽ സമ്പത്ത് വലിയ തോതിൽ, സ്വർണങ്ങളും രത്നങ്ങളും വൈരങ്ങളും വലിയ തോതിലുള്ള സമ്പത്ത് ക്ഷേത്രങ്ങളുടെ കയ്യിലുണ്ട്. അത് മുഴുവൻ കൊള്ളയടിക്കാം. ഈ രണ്ട് തീരുമാനവും മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും രാഷ്ട്രീയമായി എടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആകസ്മികമായി സംഭവിച്ച ഒരു കളവല്ല, ആസൂത്രിതമായി നടന്ന ഒരു സ്വർണ്ണക്കൊള്ളയാണ്. കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത്. നിങ്ങൾ വിചാരിക്കേണ്ട പിണറായി വിജയനാണ് ഈ രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ക്ഷേത്ര ധ്വംസകനെന്ന്. മുമ്പും നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഭരണാധികാരികന്മാരുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ അയോധ്യയിൽ നമ്മൾ ആ രാമക്ഷേത്രത്തിന്റെ സമ്പൂർണമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളും കഴിഞ്ഞ് അതിന്റെ ധ്വജാരോഹണ ചടങ്ങ് നമ്മൾ കണ്ടു. എങ്ങനെയാണ് അയോധ്യയിലെ ക്ഷേത്രം അന്ന് തകർക്കപ്പെട്ടത്? ബാബർ എന്ന് പറയുന്ന ഒരു മുഗൾ ചക്രവർത്തിയാണ് അയോധ്യയിലെ ക്ഷേത്രം തകർത്തത്. പരിപാടിയിൽ നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TP ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. O നിതീഷ്, M മോഹനൻ, സന്തോഷ് കാളിയത്ത്, ദിലേബ, PP മുരളി, ജയ്കിഷ, രാംദാസ് മണലേരി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വന്നവരെ കെ സുരേന്ദ്രൻ ഷാളണയിച്ച് സ്വീകരിച്ചു. നേരത്തെ പുതിയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. എത്ര വലിയ നെറികേടാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹത്തോട് ഈ പിണറായി സർക്കാർ ചെയ്തത്! അതുമാത്രമോ, ശബരിമലയിൽ ആചാരലംഘനം സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് നിലക്കൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കയ്യിലൊരു ചരട് കണ്ടാൽ അത് BJPക്കാരനാണോ RSSകാരനോ എന്ന് സംശയം തോന്നിയാൽ പിണറായിയുടെ പോലീസ് ശബരിമലയിലേക്ക് കയറ്റിവിടില്ല. പിണറായി വിജയൻ പറഞ്ഞു, ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ശബരിമലയിൽ BJPയുടെ നേതാക്കന്മാർ പോയാൽ, സംഘപരിവാറിൻ്റെ നേതാക്കന്മാർ പോയാൽ ക്യാമറ അവരുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് അപ്പം തന്നെ വിവരം തരും, ഒരാളെയും ഞങ്ങൾ ശബരിമലയ്ക്ക് കയറ്റില്ല എന്ന്. നമ്മളും വിചാരിച്ചില്ലേ കാണാം. പക്ഷേ നമ്മൾ കണ്ടതെന്താ? ശബരിമലയിലെ ആയിരക്കണക്കിന് വരുന്ന ആചാര ലംഘനത്തിന് നിന്ന പോലീസുകാർ, BJPയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാർ ശബരിമലയിൽ പ്രവേശനം വിലക്കി താക്കീതിറക്കിയപ്പോൾ ആചാരലംഘനം ഏതു വിധത്തിലും തടയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യനായ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജി അന്ന് സന്നിധാനത്തെത്തിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കേരളത്തിന്റെ ജനനായകൻ കെ സുരേന്ദ്രൻ വടകര കോട്ടപ്പറമ്പിൽ ശബരിമല സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കുകയാണ് നിങ്ങളെ. അല്പസമയത്തിന് വിശ്വാസികളെ ഒന്നിക്കൂ, കേരള ഭരണം വിശ്വാസികളുടെ പോറ്റിയുമെല്ലാം കേവലം ഒരു ചെറുതാത്തോലെ കാരണഭൂതൻ പിണറായിക്ക് കാലം മാപ്പ് കൊടുക്കില്ല.